അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വളരെ വിഷമത്തോടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സമരപോരാളി, നിങ്ങളെല്ലാവരും മാലാഖ എന്ന് മുദ്ര കുത്തിയ നേഴ്സാണ് ഞാൻ. ഞാനിപ്പോൾ തൃശ്ശൂരിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. സമരം തുടങ്ങിയിട്ട് ഒരു 107 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇന്ന്. നമ്മൾ പലതരത്തിലും പല ടൈമിലുമായിട്ടും ചർച്ചകൾ നടന്നു. ചർച്ച പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ കേരളത്തിലെ ഒട്ടുമിക്ക UNAയിലുള്ള ഹോസ്പിറ്റലുകളിലും നമ്മൾ സമരം നടത്തിയിട്ട് നമുക്കൊരു ഇടക്കാല ആശ്വാസം തരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സമരത്തിൽ ഇറങ്ങിയത്. മാർച്ച് 4, 2026 ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകുകയും കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലെ നഴ്സുമാർ അവിടെ കൂടുകയും 50,000-ത്തിലധികം നഴ്സുമാർ അവിടെ റാലി നടത്തുകയൊക്കെ ചെയ്തു. മിനിമം വേജസ് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. പക്ഷെ ഞങ്ങൾക്കതൊന്നും നേടാനായിട്ട് സാധിച്ചില്ല. അന്ന് ഗവൺമെൻറ് ഇറങ്ങാനിരിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് കുറച്ച് ദിവസം കളക്ട്രേറ്റിൽ സമരം പിടിക്കുകയും അതിന് ശേഷം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജോലിക്ക് കയറുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അനിശ്ചിതകാല സമരമായിട്ട് മുന്നോട്ട് വരുന്നത് മാർച്ച് 27-ാം തീയതിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലാണ്. മിനിമം വേജസ് പ്രഖ്യാപിച്ചിട്ട് അത് നമുക്ക് പ്രാബല്യത്തിൽ വരാനായിട്ട് ഒത്തിരി സമയമെടുക്കുന്നതിനാൽ ചിലപ്പോൾ 1 ഇയർ 1.5 ഇയർ ഒക്കെ എടുക്കാറുണ്ട് സാധാരണ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലുകാരോട് ഒരു ഫെയർ വേജസ് ചോദിക്കും. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ഫെയർ വേജസ് മാനേജ്മെന്റിനോട് ചോദിക്കും. അങ്ങനെ കേരളത്തിലെ സംഘടനയിലുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും സമരം ഉണ്ടായിരുന്നു. സമരമുറകളായിട്ട് മുന്നോട്ട് പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 420ഓളം ഹോസ്പിറ്റലുകൾ നമ്മൾ പറഞ്ഞ കരാർ ഒപ്പിടുകയും സ്റ്റാഫുമാരെ ജോലിക്കെടുക്കുകയും ചെയ്തു. അതിൽ ഒത്തിരി ഹോസ്പിറ്റലുകൾ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ സമരം അവസാനിപ്പിച്ച് അവരുടെ സ്റ്റാഫുമാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ സമരം നടക്കുന്നത് മെയിൻ ആയിട്ടുള്ള 2 പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. ഒന്ന് ജൂബിലി ഹോസ്പിറ്റലും ഒന്ന് അമല ഹോസ്പിറ്റലും. നമ്മൾ പലവട്ടം ഇവർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ഒരു ചർച്ചയ്ക്കോ ഒന്നിനും അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ നമ്മൾ സമരമുറകളായിട്ട് മുന്നോട്ട് പോയി. ആദ്യം കുറച്ച് ദിവസം കളക്ട്രേറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു സമരം. അതിനുശേഷം നമ്മൾ ആ സമരം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് മാറ്റുകയും അങ്ങനെ അനിശ്ചിതകാല സമരം തുടങ്ങി ഇന്നിപ്പോൾ 107 ദിവസം എത്തി നിൽക്കുകയാണ് സ്ട്രൈക്ക്.